wish that I could stay in this moment. ആര്യൻ എന്ന ഹോട്ടലിൽ കയറിയേക്കാണ് കേട്ടോ, ലക്നൗ. അപ്പൊ ഞങ്ങള് ലക്നൌവിലത്തെ സൂ കണ്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പൊ ഡ്രൈവർ ചേട്ടൻ ഞങ്ങളത് ഈ ഹോട്ടലിലാക്കി. ആംബിയൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ലതാണെന്ന് തോന്നി. പൊതുവേ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. സ്ട്രീറ്റ് ഫുഡൊന്നും കഴിക്കാനേ പറ്റില്ല, ഭയങ്കര മോശമാണ്, വൃത്തിയില്ലായ്മയും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ വയറിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അപ്പം നമ്മുടെ വയറ് വെറുതെ ചീത്തയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മാക്സിമം ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പുറത്തിറങ്ങുമ്പോൾ കഴിച്ചുകൊണ്ടിരുന്നത്. ചായ പോലും മാക്സിമം കുടിക്കുന്നില്ല. അങ്ങനെ അഞ്ജലി ഈ പ്ലെയിൻ ദോശയും പിന്നെ മിൽക്ക് ഷേക്കും പറഞ്ഞു സനചേട്ടനും. അതുപോലെ തന്നെ ഷേക്ക് തന്നെ പറഞ്ഞു, കാരണം എങ്ങനെയാണ് ഇവിടുത്തെ ഫുഡ് എന്ന് അറിയില്ലല്ലോ. ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ലതാണെന്ന് തോന്നി അവരുടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെജ് താലി ഓർഡർ ചെയ്തു. ഞാനും ചേച്ചിയും, ചേട്ടൻ നോൺ വെജ് താലി ഓർഡർ ചെയ്തു. അവരുടെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ മനസ്സിൽ വിചാരിച്ചേക്കാളും അടിപൊളി ഭക്ഷണമായിരുന്നു. അപ്പം നല്ല നല്ല ഹോട്ടലുകളിൽ നമ്മൾ കയറുകയാണെങ്കിൽ നമ്മൾ റേറ്റിംഗ് കാര്യങ്ങളൊന്നും നോക്കാണ്ടാണ് കയറിയത്. നമ്മളെ ഡ്രൈവർ ചേട്ടൻ കൊണ്ടാക്കിയതാണ്. പക്ഷെ അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ. പുറമേ ഒന്നുള്ള ഫുഡൊന്നും കഴിക്കാണ്ട് ഇങ്ങനെ നല്ലൊരു സ്ഥലത്ത് വന്ന് ഫുഡ് കഴിക്കുന്നതാണ് നല്ലത്. ശരിക്കും അവരുടെ പരിപ്പും ചപ്പാത്തിയും കഴിക്കാൻ തന്നെയാണ് കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റ്. ലക്നൗവിൽ എത്തിയതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ട ആദ്യത്തെ ഒരു നല്ല ഹോട്ടൽ എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസംതൃപ്തിയോട് കൂടി ഭക്ഷണം കഴിച്ചു എന്ന് പറയാം. അപ്പം അങ്ങനെ ഞങ്ങളിതേ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. ആര്യ എന്ന് പറഞ്ഞിട്ടുള്ള ആര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയത്, ഫാമിലി റെസ്റ്റോറൻറ്റ്. അടിപൊളി ഭക്ഷണം, ഒന്നും പറയാനില്ല. നമ്മൾ ഇത്ര നേരം കഴിച്ച ഭക്ഷണം പോലും നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. ഇവരുടെ തന്നെ ബ്രാഞ്ച് ഇവിടുത്തെ ലുലുവിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ലക്നൗ ലുലുവിലൊക്കെ. എന്തായാലും നല്ല ഭക്ഷണമായിരുന്നു, നല്ല ക്ലീൻ ആയിരുന്നു. ഒരു ഈച്ചനെ പോലെ അതിൻ്റെ ഉള്ളിൽ കണ്ടില്ല. ടോയ്ലറ്റ് ആയാലും സൂപ്പറായിരുന്നു. പിന്നെ ഈച്ച ഭയങ്കര ഘടകമാണ് ഇവിടുത്തെ. ഒന്നും പറയാനില്ല. സൂപ്പറായിരുന്നു. അതും ഭക്ഷണം കഴിച്ചത് വെജ് താലിയിൽ അത്യാവശ്യം ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും പരിപ്പ് കറി, പിന്നെ വേറെ പറയടി നീ പനീർ, ബട്ടർ പനീർ, പപ്പടം, മട്ടറാല് പറഞ്ഞു, നാൻ, റായ്ത്ത, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഏട്ടനൊക്കെ എടുത്തത് നോൺ വെജ് ആയിരുന്നു. നോൺ വെജ് VIP താലി എന്ന് പറഞ്ഞിട്ട്, അത് മട്ടൻ ബിരിയാണി ഉണ്ടായി, ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു, തന്തൂരി ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ബട്ടർ നാൻ, പിന്നെ വേറെ എന്തൊക്കെയോ കറികളോ കൂടി. പിന്നെ എല്ലാത്തിലും ഓരോ പീസ് കേക്ക്, ക്രീം കേക്ക്. ഞാൻ കുടിച്ചത് ഓറിയോ ഷേക്ക് ആയിരുന്നു. അഞ്ജലി കുടിച്ചത് കിറ്റ്കാറ്റ് ഷേക്ക്. അല്ലല്ല, അത് വേറെ. എല്ലാം അടിപൊളിയായിരുന്നു. ഈ ഫുഡ് വെജ് താലിക്ക് 430 രൂപയും നോൺ വെജിന് 480 രൂപയും. പക്ഷെ കൊടുത്ത പൈസക്കുള്ള സംഭവം ഉണ്ട്. അതെ, കഴിച്ചപ്പോ ഒരു സംതൃപ്തി കിട്ടി. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടന്റെ അനുഭവം, അഞ്ജലിയുടെ അനുഭവം, നിന്റെ അനുഭവം, ചേച്ചിയുടെ അനുഭവം? അടിപൊളി, എല്ലാം സൂപ്പറായിരുന്നു. ചേച്ചിയും മിടും വെജ് മേടിച്ചു, ചേട്ടൻ മാത്രം നോൺ വെജ്. പിന്നെ ഞങ്ങള് എല്ലാവരുടെയും ഓസിക്ക് ഇത്രേശ, ഞാൻ അഞ്ജലി ഇത്രേശ ചോദിച്ച് കഴിച്ചു. ഷെയ്ക്കും കുടിച്ചു. അത് നമ്മുടെ വയറങ്ങനെ നിറഞ്ഞു. അപ്പൊ എന്തായാലും ലക്നൗവിൽ വരുന്നവര് ആര്യൻ റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിക്കണം. തീർച്ചയായിട്ടും നല്ല ഭക്ഷണം ഞങ്ങൾ കഴിച്ചപ്പോട്ടോ. ഇനിയിപ്പോ വരും ദിവസം കുറെ ഇംഗ്ലീഷുകാരൊക്കെ വന്നിരുന്നോടൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നല്ല റിവ്യൂ ഒക്കെ നോക്കി വന്നായി. എന്തായാലും കൊള്ളാം, സൂപ്പറായിരുന്നു. അതെ, നമ്മുടെ വണ്ടി കൊണ്ടുവന്ന ചേട്ടനാണ് നമുക്ക് ഹോട്ടൽ കാണിച്ചു തന്നത്. അപ്പൊ ഇനി എന്തായാലും നല്ലൊരു കാര്യം പറയാനുള്ളത് തന്നെയാണ്. വലിയൊരു സംഭവമായിരുന്നു അല്ലേ? അതെ, ഞങ്ങളൊക്കെ ഫുഡിലാണ് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അങ്ങനെയല്ല, നമുക്കൊരു സംതൃപ്തി ഇല്ലാണ്ട് കഴിക്കുമേ ഒരു സുഖമില്ല, എനർജി ഉണ്ട്. Deep and abiding, liking for you is all I need. Until my heart gives in, I will do everything I can for you.
ഞങ്ങൾ അങ്ങനെ അമീനാബാദിലുള്ള ഒരു മാർക്കറ്റിലേക്ക് പോവാണ്. ഇത് നസീറാബാദ് അവിടെ എത്തിയിട്ടുള്ളൂ. എന്നാലും ഭയങ്കര തിരക്കുണ്ടോ, വലിയ മാർക്കറ്റാണ്. തുണികളും ഫ്രൂട്ട്സും അതും ഇതും എല്ലാ സാധനങ്ങളും ഉണ്ട്, വലിയ വലിയ മാർക്കറ്റുകൾ. അപ്പോൾ അവിടെ എന്തോ ഈ എന്നിട്ട് അമീനാബാദിൽ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വില കുറവെന്ന് പറയണേ. നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകുന്നതല്ല, ജസ്റ്റ് ആ മാർക്കറ്റ് ഒന്ന് കാണാനായിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഇവിടുത്തെ മാർക്കറ്റിൽ നിൽക്കണ്ട ഭയങ്കര ഭയങ്കര തിരക്ക്, ആൾക്കാർക്ക് നടക്കാൻ സ്ഥലമില്ല. കോടം കൊണ്ട് പോകുന്നൊരു പേടി. ഭയങ്കര തിരക്കുള്ള മാർക്കറ്റ് ഉണ്ടോ, അങ്ങനെയാണ് കാല് കുത്താൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ. എപ്പോൾ വേണമെങ്കിലും ഫോണൊക്കെ അടിച്ചു മാറ്റിയിട്ട് പോവാം. മുറുക്കി പിടിച്ച് നടക്കണേ, എന്താവും അറിയില്ല. അനിലേട്ടനാണ് ഞങ്ങളുടെ നേതാവ്. എന്താ നിക്കണേ വാ, എവിടെ എന്തിനു തുടങ്ങേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് ആ നീലുണ്ട്, നീല പൊട്ടുള്ളത് അല്ല. ഇപ്പൊ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ പോണെങ്കിലൊക്കെ മിഡു അങ്ങനെ ബാഗ് മേടിച്ചിരിക്കുന്നു, 150 രൂപയുടെ ബാഗ്. സിബൊക്കെ ചിലപ്പോ പോയി വരും. ഇത്ര രൂപയിലൂടെ കൊടുക്കുള്ളൂ ആണോ? സ്ട്രോങ് ആണ്. ബിസ്മിന്ന് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഒരു ബാഗ് ബിസ്മിക്കാരൻ ചേട്ടൻ കാണുന്നുണ്ടാവോ? അവരാ കളർ മേടിച്ചു, ബ്ലാക്ക്. അതിപ്പോ സൈസിൽ വ്യത്യാസമില്ലേ? എന്തൊരു തിരക്കപ്പോ, ബോറടിച്ചിങ്ങനെ നിക്കാ. സാരില്ലേടി ഇപ്പൊ ഇപ്പോ 41 മില്ലേഗ 40 രൂപയുള്ളൂ. മിഠായികള് നല്ല തിരക്കുണ്ട്. പക്ഷെ ചേച്ചിയും ചേട്ടനൊന്നും പറയുന്നത് ഇതൊന്നും ഒരു തിരക്കല്ല എന്നാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും എന്നാ പറഞ്ഞേ. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും നടത്തണില്ല കേട്ടോ ഞങ്ങൾ. ഇപ്പോൾ ചേച്ചി ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാണാൻ കുറേ അങ്ങോട്ട് ഇനിയും നടക്കാനൊക്കെ ഉണ്ട്. ഞങ്ങൾ എല്ലാ ഏരിയയിലേക്കും പോണില്ല. ഇത് ഞാൻ മേടിക്കുന്നുണ്ട്. ഇത് ചേച്ചി വീട്ടിൽ യൂസ് ചെയ്ത് കണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എന്താ പറയുക, പാത്രത്തിൽ വെക്കണ മൂടികയാണ്. ചേച്ചിയൊക്കെ പാലൊക്കെ തിളപ്പിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആറി കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു അരിപ്പ് പോലത്തെ പാത്രം കൊണ്ട് ഇങ്ങനെ അടപ്പ് കൊണ്ട് ഇങ്ങനെ അടച്ചു വെക്കണേ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്കൊരു നല്ലതായിട്ട് തോന്നി. പെട്ടെന്ന് ചൂടൊക്കെ ആറണമെങ്കിൽ അതിൻ്റെ ഉള്ളിലൊന്നും കയറാനും പാടില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമ്മുടെ അരിപ്പയുടെ പോലത്തെ തന്നെ, പക്ഷെ ഒരടപ്പ് എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ അത് നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്തും ബാർഗെയിൻ ചെയ്തുകൊണ്ടിരുന്ന നല്ല രീതിയിൽ കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അവർ ഇത്രയും 3-4 എണ്ണം പറഞ്ഞപ്പോൾ ഇത്ര റേറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ടൈം എടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പയ്യെ നോക്കി പോവുകയാണെങ്കിൽ കുറേ ഐറ്റംസ് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറേ കുഞ്ഞു സാധനങ്ങളും കുറേ ഐറ്റംസൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് അധികം ടൈം ഇല്ലാത്തതുകൊണ്ടും പിന്നെ നമ്മൾ അങ്ങനെ അധികം ഷോപ്പിംഗ് ഉദ്ദേശിക്കണമില്ല. പക്ഷെ കാണാനും നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അത് മേടിച്ചിട്ടുണ്ട്. I will carry you on my shoulders as long as I'm able. Scare the monsters under your bed. Deep in the biting, liking for you until my heart gives in. I will do everything I can for you.
അപ്പോൾ ഞങ്ങളുടെ താൽക്കാലിക ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിക്ക് കയറാൻ പോകണം. വണ്ടി മാർക്കറ്റിൻ്റെ നടുവിൽ തന്നെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായത്. സെൻറ്ററിൽ ഇങ്ങനെയൊക്കെ പാർക്ക് ചെയ്യാനും വേണ്ട ഒരു ധൈര്യം. ഇത്ര മാർക്കറ്റിൻ്റെ നടുവിൽ, ഇത്ര തിരക്കുള്ള മാർക്കറ്റിൻ്റെ നടുവിലാണ് വണ്ടി ഇതാകണേ. ഞാൻ കയറിട്ടേ ഉള്ളിലേക്ക്, എന്നിട്ട് കയറിക്കോ. അപ്പൊ ഞങ്ങള് പോവാണ്. എന്താ തിരക്കില്ലേ, പകുതി പോലും കണ്ടില്ല, അത്രയും തിരക്ക്. പക്ഷെ രാത്രി ഇച്ചിരി തിരക്ക് കൂടുതൽ ചൂടും കുറയില്ല. ഞാൻ മേത്തക്കോട് ഒഴിച്ച പകുതിയുള്ളൂ. കുറച്ച് ഭയങ്കര ദാഹരണ, ഭയങ്കര വെയില്. സൂപ്പർ സ്ഥലം, സൂപ്പറാണ്. പക്ഷെ സൂപ്പറൊന്നുമല്ല, സൂപ്പർ മീൻസ് നമുക്ക് ഈ ചാട്ടി സെൻട്രലിലോണ്ട് പാർക്ക് ചെയ്തിട്ടുമല്ലോ, അതിനെ സംഭവിക്കണം. അങ്ങനെയല്ലേ ജീവിക്കാൻ പറ്റുന്ന പറഞ്ഞല്ലേ. പക്ഷെ നമ്മൾ വന്ന സമയത്തേക്കാണ് തിരക്ക് കുറഞ്ഞ പോലെ തോന്നി. അല്ല, നമ്മൾ ആ വഴിക്ക് വന്നു. Wish that I could stay in this moment forever, so I can hold you in my arms. I will carry you on my shoulders as long as I'm able. Scare the monsters under your bed. Deep in the biting, liking for you is all I need. ഈ അമീനാബാദ് ഈ ലക്നൌവിലെ ഏറ്റവും ചീപ്പസ്റ്റ് മാർക്കറ്റ് അതാണ്. ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടും. വില കുറഞ്ഞ സാധനങ്ങൾ ബാർഗെയിൻ ചെയ്യണം. ഒന്ന് പിന്നെ കാല് കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിൽ തിരക്കായിരിക്കും വൈകുന്നേരങ്ങളിൽ. രാത്രി ഫുള്ള് അവിടെ ലൈറ്റ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ നല്ല സമയത്താ പോയത്. വലിയ തിരക്ക് നിങ്ങളെ സംബന്ധിച്ചത് ഭയങ്കര തിരക്കാണ്. അതൊന്നും അല്ല തിരക്ക്. ഇവിടെ കാല് കുത്താൻ മേലാത്ത രീതിയിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരക്ക്. ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങോട്ട് ഭയങ്കര തിരക്കായിരിക്കും. എത്ര മണി വരെ ഉണ്ടാവും? ഒരു 8 മണി 8:30 വരെയൊക്കെ ഉണ്ടാവും. പണ്ടൊരിക്കൽ വന്നിട്ട് ഞങ്ങളാകെ പേടിച്ചു പോയി. എങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കണം, അത്രയും തിരക്കായിരുന്നു. കൂട്ടം വിട്ട് പോയി കഴിഞ്ഞാൽ വലിയ പണിയാണ്. കൂട്ടം വിട്ടു പോയാൽ ഒച്ചപ്പാടും ബഹളം ഒക്കെയുടെ ആൾക്കാരെ കൂടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ ഇടയിൽ വണ്ടിയും പോവായിരിക്കും. 5 മണി 6 മണി ഇങ്ങനെ എല്ലാ വണ്ടികളും എല്ലാ വണ്ടിയും അതിന്റെ ഇടയിൽ കൂടെ പോവുകയും ചെയ്യും. രണ്ട് സൈഡിലും ഇപ്പൊ നമ്മള് ആ വഴി സൈഡിൽ കണ്ട സാധനങ്ങളൊക്കെ ഇല്ലേ, അത് തന്നെ തൊട്ടടുത്തടുത്തായിട്ട് നിറച്ച് നടുക്കൂടെ ഒരു റോയും കൂടെ വരും. അപ്പൊ ആൾക്കാർക്ക് നടക്കാൻ വഴി ഉണ്ടാവില്ല. നടക്കും, ഒരു സൈഡ് വണ്ടികൾ പോവും, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവും. പിന്നെ ആൾക്കാരൊക്കെ ഈവനിങ്ങിലാണ് കൂടുതൽ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങണത്. അപ്പൊ ഒരു 5 മണി കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ ഞങ്ങളിത് വന്ന് ലക്നൗ ഇമാംബാറ ഹെറിറ്റേജിലേക്ക് വന്നു. ഇവിടെ ഗൈഡ് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും കാണിക്കാം. അവർ 100 രൂപയുള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങള് ഓട്ടോയിലാണ് കേട്ടോ പോണത്. ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ടാകുന്നില്ല. ഈ ഓട്ടോ ഈ റിക്ഷ ഈ റിക്ഷയിൽ കയറിയേക്കാണ്. ഇവർക്ക് 100 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവര് 5 ബിൽഡിങ് നമ്മളെ കറക്കി കാണിക്കുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ കറങ്ങാൻ പോവാണ്. അപ്പൊ ഈ കാണുന്ന ഗേറ്റ് ഉണ്ടല്ലോ, ഈ ഗേറ്റ് ഫോട്ടോ എടുത്തിട്ട് തല തിരിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെക്ലേസ് പോലെ കാണുന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ റോമിൽ നിന്ന് വന്നിട്ടുള്ള റോമി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ് ഈ ബിൽഡിങ്ങിൻ്റെ പണി തീർത്തത്, ഈ ഗേറ്റിൻ്റെ. അപ്പോൾ ആള് ഒരു സൂത്രക്കാരനായിരുന്നു. ആള് പകല് പണി അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് പണിയാൻ പറഞ്ഞ മുതലാളിമാരുടെ നിന്ന് പൈസ മേടിച്ച് പാവപ്പെട്ടവരെ കൊണ്ട് പണിയിപ്പിക്കും. വൈകുന്നേരം പണി അറിയാത്ത ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇത് പൊളിപ്പിക്കും. അങ്ങനെ 2 പേരുടെ പൊളിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർക്കും പൈസ കൊടുക്കും. എന്നിട്ട് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് അങ്ങനെ പൈസ മേടിച്ച് ഒരു 11 വർഷം കൊണ്ടാണ് ഈ കാണുന്ന ഈ ബിൽഡിങ്ങിന്റെ പണി തീർത്തെന്നാ പറയണത്. ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ എടുത്ത് നമ്മളിത് തിരിച്ചു പിടിച്ചാൽ നെക്ലേസ് ആവും.
അയ്യോ അതങ്ങനെ തെറ്റി നിങ്ങൾ വീഡിയോയിൽ തിരിച്ച് കാണിച്ചിട്ട് കൊടുക്കാം. വീഡിയോ കാണിച്ചു കൊടുക്കാം. ആ ഹാ ഹാ. ആക്ച്വലി എനിക്ക് ഫോട്ടോ എടുത്ത് തലയിരിച്ച് നോക്കിയിട്ട് മാല പോലെയൊന്നും തോന്നണില്ല കേട്ടോ. മാലയുടെ ഒരു ഡിസൈനൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും തോന്നണില്ല. പിന്നെ ഇവിടെ ഒട്ടകങ്ങളൊക്കെ ഉണ്ട്, ഒട്ടകമുണ്ട്, കുതിരവണ്ടി ഉണ്ട്, ഒക്കെ ഉണ്ട് നമുക്ക് കറങ്ങണമെങ്കിൽ. ഇനി എവിടേക്ക് പോണേ? ഇനി അടുത്ത സ്ഥലത്തേക്ക്. അവര് കൊണ്ടോണ്ട സ്ഥലത്തേക്ക്. അപ്പൊ ഉള്ളില് കയറിയില്ലല്ലോ നമ്മള്. ആ അതെനിക്ക് ഇത് വെറും ഗേറ്റ് ആണ്, ദർവാജയാണ്. ഉള്ളി കയറി കാണാവുന്നില്ല. ഉണ്ട്, അപ്പുറത്തേക്കൂടെ വന്ന് കാണാം. ഒരു വശത്ത് നോക്കിയാ ഇന്ത്യ കാണാം, ഇത് അങ്ങേ വശത്ത് നോക്കിയാ പാകിസ്ഥാൻ കാണാം. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ വലിയൊരു കുളം ഉണ്ടോ, 4 സൈഡിൽ നിന്നും പടികളായിട്ടുള്ള വലിയൊരു കുളം. ഓരോ പടികളാണ് അറിയോ. അപ്പുറത്ത് അവിടെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട്, പോയിട്ടില്ല. ഇതിന്റെ പേരാണ് സാഹിബ് തലാബ് എന്നുള്ളത്. ഇതില് അവിടെ കണ്ടോ, അവിടെ അവിടെ കാണുന്നത് പെണ്ണുങ്ങൾക്ക്, അതായത് പാവപ്പെട്ടവർ കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇത്. ആ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് മാറാനുള്ള സ്ഥലമാണ് ഇത് അവിടെ കാണുന്നത്. അതുപോലെ ആണുങ്ങൾക്ക് ഡ്രസ്സ് മാറാനുള്ള സ്ഥലമാണ് ഇവിടെ കാണുന്നത്. ആ അതുപോലെ ദവടി ഉണ്ടെന്ന് പറഞ്ഞു ആണുങ്ങൾക്ക് ഡ്രസ്സ് മാറുന്ന സ്ഥലം. പിന്നെ ഈ കാണുന്ന ടവർ ഉണ്ടല്ലോ, ഇത് ലോകത്തിലെ 2ാമത്തെ ഇത്രയും ഹൈറ്റിലും ഭംഗിയിലും 2ാം സ്ഥാനത്തുള്ള ടവറാണെന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാർ പണിതത്. 1881 പണിതാന്ന് പറഞ്ഞു. ആ കാണുന്നതാണ് കോടതി. അവിടെ വെച്ചിട്ടാണ് ഇവിടുത്തെ നിയമ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ശിക്ഷിക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അവിടെ വെച്ചിട്ടായിരുന്നു. എന്തായാലും ഇതാണ് ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. ഇതൊക്കെ ഇന്ത്യക്കാർ വേണതാണ്. ഇതാണ് നമ്മുടെ ഈ സ്ഥലത്തെ കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലായി അല്ല മേഡു. നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നമുക്കറിയുന്നത്. നമ്മൾ ജമിനിയോടൊന്നും ചോദിച്ചിട്ടില്ല, നമ്മൾ ഇതിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന കാര്യങ്ങൾ. അതെ, നല്ല രസമുണ്ട് ഇവിടെ. 1832 പണിതുണ്ടോ. അതിന് ശേഷമാണ് അവിടെ ക്ലോക്ക് ടവർ വേണമെന്ന് അവർ തീരുമാനിച്ചത്. കാരണം കുളിച്ചിട്ട് ആൾക്കാർ കയറണില്ല, സമയം നോക്കണില്ല. ആ എന്തായാലും കൊള്ളാം, നല്ല അത്യാവശ്യം പണിയെടുത്തുണ്ട്. 221 അടി ഉണ്ട് ഹൈറ്റ് അതിന്. ആ ബ്രിഡ്ജാണ് സുഹൃത്തുക്കളെ കാണുന്നത്. ലണ്ടൻ ബ്രിഡ്ജിന്റെ ഷേപ്പിൽ പണിതാണ് ബ്രിട്ടീഷുകാർ പണിത്. അല്ല ചോദിക്കട്ടെ കേട്ടോ, നമ്മളതിനെ കൂടെ പോവോ? ഈ അടിയക്കോട് ഒഴുകുന്നത് ഗോമതി നദി ഉണ്ടോ? ഗോമതിയോ ഗോമതി സേവ ചിക്കൻ. എന്ത് ചിക്കനാണ് മിടു? എക്സ്പ്ലെയിൻ ചെയ്യും. ഡിസൈൻ ചെയ്യണ കട. ആ ഞങ്ങള് ചിക്കൻ കറിയുടെ അവര് ഉണ്ടാക്കണത് കാണിക്കാനായിരുന്നു, പക്ഷെ അവിടെ ക്ലോസ് ആയി പോയി. അപ്പൊ ഗൈഡ് അങ്ങനെ പറഞ്ഞു, പക്ഷെ ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മളൊന്നും മേടിക്കാനില്ലാത്തത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാനില്ല സുഹൃത്തുക്കൾ, ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഞങ്ങൾ പോവാണ് അടുത്ത സ്ഥലത്തേക്ക്. ഞങ്ങള് ചിക്കൻ ഫാക്ടറിയിലേക്കാണ് വന്നേക്കണേ. ഇവരെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസൈൻ ചെയ്യണം. അച്ഛനുണ്ടാകും. അച്ഛൻ
फिनिशिंग वर्क यहाँ पर सिलाई होती है जो सिलाई नहीं हो सिलाई होती है कैसे ഇവിടെ വെക്കും कटिंग 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 सबसे पहले कहाँ से होते हैं फिर बाद कटिंग है स्टिचिंग है सफाई कढ़ाई कढ़ाई दिखाएंगे आपको ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ നിന്ന് കട്ട് ചെയ്താണ് തുടങ്ങിയ പിന്നെ സ്റ്റിച്ചിങ് ആയി അവിടെ പ്രിന്റിങ് ആയി എല്ലാം പാക്കിംഗ് ആയി. വില കുറവുണ്ടാവില്ല ചേട്ടാ ഞാനൊരു ടോപ്പ് മേടിച്ചിട്ട് പോയായിരുന്നു. എന്റെ സംശയം ഈ ചിക്കൻ കാരി എന്ന് പറയുന്നത് സാധിച്ചിരിക്കുന്നത് ചിക്കൻ വർക്ക് അത് വൺ ടൈപ്പ് ഓഫ് ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന എംബ്രോയിഡറി ആണ്. ഇതാണോ ആ വൺ ടൈപ്പ് ഓഫ് ത്രെഡ് വൺ ടൈപ്പ് പല പല കളറുകളുണ്ട്. അതിൽ ഡിസൈൻ കൊടുത്തിട്ട് ഇതിലൊരു ഈ ത്രെഡാണ് ഉപയോഗിക്കുക. ഇതിൽ ഇവർക്ക് മോൻ കാണിക്കാണ്ട് താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വർക്ക് മാത്രം കാണിച്ചേക്കാം. പിന്നെ നമ്മൾ ഇത് ക്യാഷ് കൗണ്ടർ ഇതാണ് അവരവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്ത് അവിടെ വർക്ക് ചെയ്തോണ്ടെങ്കിൽ ഇങ്ങനത്തെയാണ്. ഓക്കെ ഓക്കെ. ചിക്കൻ വർക്ക് എന്ന് പറയുന്നത് ഇതാ ചിക്കൻ കടായി വർക്ക്. ചിക്കൻ കടായി എന്ന് നമ്മുടെ നാട്ടിലൊക്കെ തിന്നുന്ന സാധനമാണ്. പക്ഷേ ഇത് ഇതിന്റെ ഈ വർക്കിന്റെ പേരാണ് ചിക്കൻ വർക്ക്. ओके ओके ये पूरा ही वर्क है सब हो गया यहीं से अच्छा ഇവിടുന്ന് കൊടുക്കുന്ന സംഭവം. ओके स्टार्टिंग है शॉर्ट कुर्ती लॉन्ग कुर्ती की भी 350 से स्टार्ट है. फिर हर रेंज का है. यहाँ से खरीद रेंज वाइज क्वालिटी आएगी. अच्छा चाहे ഫുള്ള് കൈകൊണ്ട് ചെയ്തേക്കണ വർക്ക് ഉണ്ടേ കാണുന്നത്. ഫിഷിംഗ് വർക്ക് ഒന്നുമില്ല. इस ऑर्डर की साड़ियाँ हैं. ഇത് സാരി കേട്ടോ. ഫുള്ള് കൈകൊണ്ട് ചെയ്തേക്കണ अलग വർക്കാണ്. अलग डिजाइन की साड़ियाँ ऐसा हाथ से करे तो इसको हाथ का है. हाँ അല്ല ഇതിന്റെ പൈസ കൂടില്ല ചേട്ടാ. അപ്പൊ ये सब कितना का होता है मतलब सब अलग अलग रेंज का. ये सूट में आपकी स्टार्टिंग होती है सूट के कपड़े की 1250 यहाँ से. इस सूट से होती है. 1250 इसमें आपका कॉटन की शलवार है, कॉटन का दुपट्टा है, कॉटन की चप्पल. तीनों चीज़ है इसके अंदर. तो इसमें कढ़ाई बढ़ गई है 2050 का. ഫുൾ കടായി വർക്കിംഗ് ഇതിന് 2050. कढ़ाई बढ़ गई दाम बढ़ गया. अच्छा ओके ये 2050 का. कलर वगैरह और भी है. ये 1250 का. സൈഡ് കൊടുക്കും സൈഡ് और കൊടുക്കും. आइए दिखा दें. ഓക്കെ ये आती कॉटन की साड़ी. ചിലത് ഇത് മാത്രം വാങ്ങിക്കാനായിട്ടുള്ള സൈഡ് വരുന്നത്. ये 1250 की साड़ी है विद ब्लाउज. 1250. ब्लाउज पीस 6.5 मीटर साड़ी है आपकी. 1 मीटर का ब्लाउज पीस है. 5.5 मीटर साड़ी तैयार है. ബ്ലൗസ് പീസ് इसमें है. ഇവിടുത്തെ ഡിസൈനുകളൊക്കെ പക്ഷെ ഇതിനൊന്നും കനയില്ല കേട്ടോ. 1850 डिजाइन देखिए मटका की तरीके. 1850 രൂപ. സൂപ്പർ. ആ ആ 2300 2500. ഇവിടെ അതുമ്പോൾ 2500 ചെയ്യണേ. അതിന്റെ മുകളില് 1250 का भी അച്ഛാ. बैठ के देखेंगे. और പക്ഷെ ഇതിനൊട്ടും കനലില്ലോടി. ഇതിങ്ങനെ നേരിലടിക്കുന്നതല്ലേ ആണോ? അപ്പൊ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് കാണില്ലേ ആണോ? അതായത് എന്തെങ്കിലും തുണിയുടെ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോണവർക്ക് ഭയങ്കര നല്ലൊരു ഷോപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം നല്ല വില കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഡിസൈനുകളുണ്ട്. ആ കുറേ മോഡലുണ്ട്. മിഷൻ വർക്കൊന്നുമല്ല, ഫുള്ള് ഇതെല്ലാം അവർ കൈകൊണ്ട് ചെയ്യുന്നതാണ് എല്ലാം. ഫുള്ളാട്ടോ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കഷ്ടപ്പാടിൻ്റെ വില മേടിക്കണില്ല. कलर और भी है. ഇത് 1050. 1050 രൂപയുടെ ചുരിദാർ. ഇത് മസ്ലിൻ തുണിയാണ്. മീൻസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ്. ഈ തുണിയില്ലേ നേരിലടിക്കുന്നതല്ല, ये मोडाल है. ട്രാൻസ്പെറന്റ് ഉള്ളത് കണ്ടോ. ये भी सॉफ्ट क्लॉथ है मोडाल. इसमें और कौन से हाँ दुपट्टा. और ये बॉटम पे आएगी कढ़ाई आपके पैर पे. ബോട്ടം. ഇത് കാലാണ് കേട്ടോ. ഇത് കാല്. ഇത് ഷോള്. कलर बहुत है इसके अंदर. कलर मिलेंगे. कॉटन का भी एक दिखाओ. कॉटन का भी दिखा दें. इनर वगैरह लगाने की जरूरत नहीं है.
ये भी 1250 का है। लेकिन ये भी तो हल्का है ना। ये गाढ़ा होता है वॉश होने से। अच्छा वॉश इसको सिलाने से पहले 5 से 6 ट्रिपल एक्सल है। ഞങ്ങളിത് അവിടെ നിന്ന് ഡ്രസ്സ് കടയിൽ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ ഓൺലൈനിലും ഇങ്ങനെ പറഞ്ഞത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഓൺലൈനിൽ നിന്ന് ഓൺലൈനിലും ഇങ്ങനെ നമ്മുടെ വീഡിയോസിലൊക്കെ ഓരോരുത്തർ പറയണ കേട്ടിട്ടുണ്ട് സെയിൽ ചെയ്യണതൊക്കെ. പക്ഷെ നമ്മളെ റിയൽ സ്ഥലത്ത് വന്നിട്ട് നമ്മൾ കണ്ടു കാണുമ്പോ ഒരു വേറെ എക്സ്പീരിയൻസ്. കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ കൂടുതൽ എടുത്താൽ വില കുറവിന് കിട്ടും, കുറവെടുത്താൽ അത്രയും വില കുറയും. അങ്ങനെയൊക്കെ തിരിച്ച് ഇതേ നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് എത്തി. ഇവിടെയാണ് നമ്മൾ ഏറ്റവും ആദ്യം വന്നേട്ടാ. നല്ല ഭംഗിയുള്ള ബിൽഡിംഗ് ആണ്. ഇതിന്റെ ഉള്ളിലാണ് ഇതിന്റെ മെയിൻ ബിൽഡിംഗ്. നമ്മൾ നേരത്തെ വന്ന സമയത്ത് കാണിച്ചു തന്നില്ലേ. ഇനി ഇതിന്റെ മുകളിലേക്ക് കയറാനൊന്നും വയ്യ സത്യം പറഞ്ഞ. ഭയങ്കര ടയേർഡായി അല്ലേ. അപ്പൊ ഉള്ളിലേക്ക് ഇനി കയറണില്ല. ഇനി തിരിച്ചു ഇവിടെ നിന്ന് പോവാം. എവിടെയാ ഒരു അപ്പോൾ അങ്ങനെ ഞങ്ങളിത് തിരിച്ച് വീണ്ടും നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടാ. സാധനങ്ങളൊക്കെ നമ്മുടെ ഇന്നോവയിൽ നിന്ന് എടുത്ത് നമ്മുടെ ഈ വണ്ടിയിലേക്ക് എടുത്ത് മാറ്റി പിന്നെ നമ്മൾ പോകാൻ പോകണം. This moment forever, so I can hold you in my arm. I will carry you on my shoulders as long as I'm able. Scare the monsters under your bed. Deep and abiding, liking for you is all I need until my heart gives in. ഞങ്ങൾ ഇതേ ലക്നൗവിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിയിൽ ഇതേ ഇവിടെ ഒരു ദാബയിൽ കയറി. ഇവിടെ നോക്കി ഈ എന്നിട്ട് ബൊഗൈൻവില്ലൊക്കെ എന്ത് രസത്തിൽ നിർത്തിയാണെന്ന് അറിയാം. അടിപൊളി. നമുക്ക് ഇരിക്കുക ചെല്ലുമ്പോൾ തന്നെ ഇരുന്ന് കഴിക്കാൻ തോന്നും. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്നൊന്നും കഴിച്ചില്ല. ഞങ്ങള് ചേച്ചിയും ചേട്ടനും ചായ കുടിച്ചു. ഞങ്ങൾ ഇതേ ഒരു ജ്യൂസ് മേടിച്ച്. അതെ, ഇന്നലത്തോടു കൂടി അത് മതിയായി. ആ മാനസികാവസ്ഥയോട് പോയി. ഇന്നലെ ചായ ഉണ്ടാക്കണ കണ്ടപ്പോ തന്നെ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതേ ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇനി വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആവും. ഞങ്ങളിത് ലക്നൗവിൽ തിരിച്ചു വന്നപ്പോൾ വീണ്ടും നമ്മളെ അയോധ്യയുടെ ഇതിലുണ്ട്. ഇപ്പൊ നമ്മൾ അയോധ്യയിലുള്ളത്. വീണ്ടും അയോധ്യയിലേക്ക് എത്തിയേക്കാണ്. അപ്പൊ എന്തായാലും ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. മതിയില്ലേ? ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇരുട്ടില്ല, രാത്രിയാവും. പിന്നെ ഞങ്ങളവിടെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കും. ഞങ്ങൾ ഭയങ്കര സെറ്റപ്പിൽ നിന്ന് വൈകുന്നേരം ഭക്ഷണം വീട്ടിൽ ചെന്നിട്ട് കഴിക്കാനാണ് പ്ലാൻ ചെയ്തേക്കണേ. അതെ, നാളത്തെ വിളിക്കണോ വിശേഷങ്ങൾ? ഓക്കെ.